ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇത് അമ്മയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അമ്മയുടെ സ്പെഷ്യൽ റെസിപ്പി എന്താണെന്ന് നോക്കാൻ വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3 അച്ച് ശർക്കര എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാക്കൊത്താണ്. ഇത് ഒരു മുറിയൊന്നുമില്ല, അതിലും കുറവേ ഉള്ളൂ. പിന്നെ പച്ചരിയാണ്. ഇതിപ്പോൾ 1.5 ഗ്ലാസ് പച്ചരി 3-4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്. പിന്നെ 2 പഴം, ഇത് ഞാലിപ്പൂവൻ പഴമാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങ ചിരകിയതാണ്. ഇത് ഒരു മുറി തേങ്ങയാണ് ചിരകി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. ആദ്യം ഞാൻ ശർക്കര ഒന്ന് ഉരുക്കി വെക്കുകയാണ്. കുറച്ച് വെള്ളം ചേർത്തിട്ടേ ഉള്ളൂ. ഇതിങ്ങനെ ഉരുക്കിയിട്ട് ഒന്ന് അരിച്ചെടുക്കുന്നതും നല്ലതാണ്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് റെഡിയാക്കി വയ്ക്കാം. പിന്നെ ഞാൻ ഈ പച്ചരി കുതിർത്തിയത് ഒരു മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ ചേർക്കുന്നത് 2 പപ്പടമാണ്. ഇത് എന്തിനാന്ന് വെച്ചാൽ ഒന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കുന്നതിന് പകരമായിട്ടാണ് പപ്പടം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ ഒന്ന് പകുതി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ പഴം ചേർക്കുവാണ്. ഒപ്പം തന്നെ ചിരകി വെച്ച് നാളികേരവും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് വീണ്ടും ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഒരു പ്രാവശ്യം കൂടി നമ്മൾ മിക്സിയിൽ ഇത് അടിച്ചെടുത്തു. മുഴുവൻ അരവായിട്ടില്ല. ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച ശർക്കരയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഉണ്ണിയപ്പത്തിലുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് വേണ്ടത്. നമ്മുടെ ദോശ മാവിൻ്റെയൊക്കെ ആ ഒരു പരുവാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഏലക്ക പൊടിച്ചതും പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച തേങ്ങാക്കൊത്തും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചട്ടി ചൂടാക്കാൻ വയ്ക്കാം. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് മാവ് ഒരു കയ്യിലുകൊണ്ട് നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ആ കുഴി നിറയാൻ പാകത്തിന് ഒഴിക്കേണ്ട, ഒരു 1/4 ഭാഗം അത്രയൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇതിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഉള്ളത്. ഫുൾ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ ഇത് പെട്ടെന്ന് തന്നെ എല്ലാ കുഴികളിലും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുന്നതാണ് നല്ലത്. കാരണം അതിൻ്റെ അടിഭാഗം നന്നായിട്ടങ്ങ് മൊരിഞ്ഞു പോവും, ഉൾഭാഗം വേവാതെയും വരും. അപ്പോൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ നമ്മളെല്ലാ കുഴികളിലും ഇത് ഒഴിച്ചു കൊടുത്തു. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അടിഭാഗം വെന്ത് കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ മറിച്ചിട്ട ആ ഭാഗവും വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അത്യാവശ്യം ഓയിൽ ഉണ്ടാവും. അപ്പോൾ ടിഷ്യൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലേറ്റിൽ അത് വെച്ചിട്ട് അതിലേക്ക് നമ്മളത് മാറ്റി കഴിയുമ്പോൾ ഓയിൽ അത് ആ ടിഷ്യൂലങ്ങ് പോയിക്കോളും. എങ്ങനെയായാലും നമ്മൾ അതിൽ നിന്ന് എടുക്കുമ്പോൾ കുറച്ച് ഓയിൽ ഉണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. വൈകുന്നേരം ചായക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. പൊതുവെ എല്ലാവർക്കും ഇത് വളരെ ഇഷ്ടമാണ്. ഇതിപ്പോൾ ഞങ്ങൾക്ക് അമ്മയാണ് ഉണ്ടാക്കി തന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഒപ്പം തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്